ശ്രീ മഹേഷ് പണിക്കർ, സമയം വളരെയധികം എടുത്തു എന്നറിയാം, നമുക്ക് ഇത്രയധികം അതിഥികളുള്ളതുകൊണ്ട്. നിങ്ങൾ വളരെ രസകരമുള്ള ഒരു കാര്യം ചൂണ്ടിക്കാട്ടി, വളരെ കൃത്യമായ പിന്നെ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു. സാങ്കേതികമായി ഈ പൂശിയാണ്, പെയിൻ്റ് അടിച്ചതാണ്, അതങ്ങ് അലിഞ്ഞു പോയി എന്നുള്ള വാദം 1% നിലനിൽക്കുമ്പോൾ സ്വർണ്ണ ആവരണം ചെയ്ത് എങ്ങനെയെന്ന് അങ്ങ് വളരെ കൃത്യമായി പറഞ്ഞു. ഒരു കൊച്ചു കുട്ടിക്ക് മനസ്സിലാവും, സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ അങ്ങ് ഫോയിൽ കാണിച്ച് ചൂണ്ടിക്കാട്ടി എങ്ങനെയാണിത്. രണ്ടാമത്തെ പോയിന്റ് അങ്ങ് പറഞ്ഞത്, മഴയും വെയിലും കൊള്ളുന്ന മേൽക്കൂരയിൽ നിന്നും അറ്റകുറ്റപ്പണി വന്നിട്ടില്ല, ചവിട്ടിക്കയറുന്ന പാദസ്പർശമേൽക്കുന്ന സോപാനത്തിൻ്റെ പടിക്ക് വന്നിട്ടില്ലാത്തതാണ് ചുവരിലിരിക്കുന്ന ദ്വാരപാലക ശില്പത്തിൻ്റെ ആവരണത്തിനുണ്ടായത്. ഒന്ന് വ്യക്തമാക്കാമോ? ഇതിങ്ങനെ അങ്ങ് പെയിന്റ് പോലെ മാഞ്ഞു പോകുന്ന ഒരു ആവരണമാണോ? ഇല്ല, തീർച്ചയായിട്ടും ഇവർ യഥാർത്ഥത്തിൽ പ്ലാൻ ചെയ്തിട്ട്, അത് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് പ്ലാൻ ചെയ്തിട്ട് ഇവർക്ക് വേണ്ട സാധനങ്ങൾ മാത്രം കേടാവും. അത് റെക്കോർഡിലും കേടാവും, റിയലായിട്ടും കേടാവും. എന്നിട്ട് പിന്നെ ഈ മാനുവലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് അത് കൊണ്ടുപോകുന്ന രീതി എന്ന് പറയുന്നത് വളരെ വളരെ ദുഃഖകരമാണിത്. ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പെയിൻ്റാന്നൊക്കെ പറയുന്നത് ഇത്രയും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ എല്ലാ വർഷവും ഇത്രയും വർഷക്കണക്കിനായിട്ട് കയറി വരുന്ന ആൾക്കാരോട് പുറത്ത് നോക്കിയല്ലേ പറയുന്നത് പെയിൻ്റായിരുന്നു അതിനകത്ത് അടിച്ചിരുന്നതെന്ന്. കാര്യം അതൊക്കെ മനസ്സിലാക്കാനുള്ളൊരു ബോധമില്ലാത്ത വെറും വിഡ്ഢികളായിട്ട് നമ്മൾ ഹിന്ദു സമൂഹം അല്ലെങ്കിൽ വിശ്വാസ സമൂഹം മാറുന്നത് എന്ത് ക്രൂരമായിട്ടാണ് അവർ പറയുന്നത്. അപ്പം അത് നമ്മൾ നാളെ ഇനി അയ്യപ്പൻ തന്നെ അതിനകത്തുണ്ടോ എന്ന് ഇനിയിപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ രീതിയിലാണ് ഇതിനെയൊക്കെ ഈ ചെമ്പാക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. കാര്യം എന്തായാലും വലിയൊരു ഗൂഢസംഘമുണ്ട് ഇതിനകത്ത്. നമ്മളീ പറയുന്ന പോലെ നിസാര പൈസയുടെയോ അല്ലെങ്കിൽ നിസാര ഇതല്ല, വളരെ വലിയ രീതിയിലുള്ളതാണ് അതിൻ്റെ അകത്തെ സാമ്പത്തിക തട്ടിപ്പ്. യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡ് ശബരിമലയിൽ ഒരു 600 കോടി രൂപയുടെ വരുമാനമുണ്ട്. ഏകദേശം അത്രയും തന്നെ ഈ കൂട്ടറുടെ വരുമാനം ഓരോ വർഷമുണ്ട്. കാര്യം ഇത് ആ രീതിയിലാണ് അവർ മറ്റ് പല കാര്യങ്ങൾ ഈ വക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഒരുപാട് പല മേഖലകളിൽ കൂടാണ്. നമ്മളത് കറക്റ്റായിട്ട് മനസ്സിലാക്കി സത്യം പറയാൻ നിയമവശവും സാങ്കേതിക വശവും എല്ലാം പരിശോധിച്ച് വളരെ ഉചിതമായ രീതിയിൽ ഇനിയെങ്കിലും ഈ വക കാര്യങ്ങൾ നടക്കാത്ത രീതിയിൽ ഒരു സിസ്റ്റം കറക്റ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. എല്ലാ ജാഗ്രത പാലിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. കാര്യം ഹിന്ദുത്വത്തിൻ്റെയൊക്കെ വളരെ പുരാതനമായ ഈ ശബരിമലയുടെ ഇതെന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും കേരളത്തിലെ മലയാളം അറിയാവുന്ന ആരായാലും ഒരു ആക്സിഡൻ്റലായിട്ട് കാലൊന്ന് തട്ടുകയോ ഒരു സർപ്പത്തെയൊക്കെ കാണുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിഫ്ലക്റ്റ് വരേണ്ട ഒരു സംഭവം സംഭവിക്കുകയാണെങ്കിൽ ആദ്യം വിളിക്കുന്ന അയ്യോ എന്നാണ്. ഈ അയ്യോ എന്നുള്ള വിളി തന്നെ ഈ അയ്യപ്പനെയാണ് വിളിക്കുന്നത്. ഈ അയ്യപ്പൻ എന്ന് പറയുന്ന അയ്യപ്പനെയാണ് വിളിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് നമ്മുടെയൊക്കെ ലിംഗ്വിസ്റ്റിക് ബേസിൽ ഇടകലർന്നിരിക്കുന്ന വളരെ പ്രാക്തനമായ ഒരു ആരാധനാ സമ്പ്രദായമുള്ള പഴയ സൂര്യാരാധന, സൂര്യസിദ്ധാന്തമൊക്കെ അത്രത്തോളം പഴക്കമുള്ള ഒരുപാട് പഴയ പ്രമാണ ഗ്രന്ഥങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് ഉദ്ധരിക്കുന്ന വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മുടെയൊക്കെ ജീവൻ ഇനിയും വരാനുള്ള തലമുറയ്ക്ക് ഇത് കൈമാറേണ്ട ഒരു സംഭവമാണ്. കാര്യം അത്രയ്ക്ക് സംരക്ഷിച്ച് നിർത്തുന്ന ഒരു ശക്തിയാണത്. അതിനെയാണ് ഈ കടക്കെ കത്തി വെച്ചിട്ട് ഇവർ നശിപ്പിച്ച് കളയുന്നത്. തീർച്ചയായിട്ടും അത് തടയണം വളരെ ശക്തമായിട്ട്. നിസാരം നമ്മളെല്ലാം ഈ പൈസയുടെ ഈ മിന്നുന്ന സാധനത്തിൻ്റെ പുറകെയാണ് പോകുന്നത്. ഈ സ്വർണ്ണമായതുകൊണ്ടാണ് ഇത് വലിയ സംഭവമാകുന്നത്. ഇപ്പോൾ അതൊരു വെള്ളിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശിലയോ ഒക്കെ ആണെങ്കിൽ ആ പോട്ടെ എന്ന് പറഞ്ഞ് നമ്മളും ഇത് ചെയ്താൽ ഇത്രയും ചർച്ചകളോ ഇത്രയും പ്രാധാന്യമൊന്നും വരത്തില്ല. ഈ സ്വർണ്ണം എന്ന് പറഞ്ഞൊരു ഇത് എലമെൻറ്റ് വന്നുകൊണ്ടാണ് ഇത്രത്തോളം ഒരു പ്രാധാന്യം വരുന്നത്. കാര്യം ധനം. പക്ഷേ നമ്മൾ സ്വർണ്ണത്തിൻ്റെ വിലയല്ല അവിടുത്തെ വില. അതൊരിക്കലും നമ്മൾ സ്വർണ്ണം വെച്ച് ഇക്വലൻ്റ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം അല്ല അത്. ഈ സംഭവങ്ങളൊന്നും അത് മനസ്സിലാക്കണം. അതിനനുസരിച്ചുള്ള പ്രതികരണം എങ്ങൊന്നും വരുന്നില്ല.